അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്നും ഈ ഉത്തരവ് ദുർഗിലെ ജയിലിലേക്ക് എത്തണം, അതെപ്പോൾ എത്തിച്ചേരും? ഔദ്യോഗിക നടപടികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എപ്പോൾ കന്യാസ്ത്രീമാരുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രജീഷ്, 5 മണിയോടുകൂടി ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ നിന്ന് ജയിലിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ 3 മണി, 2 മണിക്കൂർ കൂടി അതിനകം എത്തിച്ച് ഒരു 15 മിനിറ്റ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും നമ്മുടെ കന്യാസ്ത്രീകൾക്ക് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദുർഗ് ജയിലിന് മുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഇങ്ങനെ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, അർദ്ധസൈനിക വിഭാഗം അധികം ഉണ്ടായിരുന്നില്ല. അതെല്ലാം കൂടുതൽ പോലീസുകാരെത്തി, അർദ്ധസൈനിക വിഭാഗം എത്തി, വനിതാ പോലീസുകാർ ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ കൂടുതൽ ബസ്സുകളിൽ പോലീസുകാർ ഇവിടേക്ക് വരുന്നുണ്ട്. ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടാവുമോ എന്ന സംശയമുണ്ട്. അതേ തുടർന്നാണ് സുരക്ഷ കർശനമാക്കാനുള്ള തീരുമാനം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക 19 വയസ്സുള്ള നാരായൺപൂരിലെ ആദിവാസി യുവാവാണ്. അവിടെ നിന്നാണ്, ആ ഭാഗത്തെ വനിതാ ജയിലിൽ നിന്നാണ് 2 കന്യാസ്ത്രീകളും പുറത്തേക്ക് വരിക. എന്തായാലും വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ ഇരുവരും പുറത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. NIA കോടതി പ്രധാനപ്പെട്ട 7 നിർദ്ദേശങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ജാമ്യം നൽകുമ്പോഴുള്ള വ്യവസ്ഥകളായി പറഞ്ഞിട്ടുണ്ട്. 1, NIA കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുത്. പാസ്പോർട്ട് കോടതിയിൽ നൽകണം. ജാമ്യ കാലയളവിലെ വാസസ്ഥലം NIA അറിയിക്കണം. ഒപ്പം തന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണം. അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുമ്പോഴൊക്കെ ചോദ്യം ചെയ്യാൻ ഹാജരാവണം. തെളിവുകൾ നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്. 7-മത്തേത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, കേസിനെ പറ്റി പൊതുമധ്യത്തിൽ പ്രതികരിക്കരുത്. എന്തായാലും ഈ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ബിലാസ്പൂരിൽ നിന്ന് ഈ ജാമ്യം ലഭിച്ചു എന്ന ഉത്തരവുമായി ഇങ്ങോട്ടേക്ക് അഭിഭാഷകരും മറ്റും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയും. അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിക്ക് മുൻപിൽ എത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ അന്ന് ആ ദിവസം വലിയ പ്രതിഷേധമൊക്കെ അയച്ചുവിട്ടിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിഷേധം ഇന്നിപ്പോൾ ജയിൽ മോചിതരാകുമ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന് മുൻനിർത്തിയുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകൾ കൂടി ആണ് ഇതെന്ന് കരുതേണ്ടി വരുമല്ലേ? അതെ, അങ്ങനെ കരുതണം. കഴിഞ്ഞ 2 ദിവസമായി ബജ്രംഗ് ദൾ നേതാക്കളെയും പ്രവർത്തകരെയും ഇവിടെ പരിസരത്തോ കോടതി പരിസരത്തോ കാണാനില്ല. അവർക്ക് ചില നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശം പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും നേതാക്കളുമൊന്നും ഈ ഭാഗത്തൊന്നും അവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വരുമോ എന്ന ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്ന ദിവസം അവർ വലിയ മുദ്രാവാക്യം വിളികളുമായി ആഹ്ലാദ പ്രകടനങ്ങളുമായി നിന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം, സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ അവിടെയും പോകും, ഈ കന്യാസ്ത്രീമാർക്കെതിരെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ അവർ എത്തിയേക്കാം എന്ന ചില സൂചനകൾ പോലീസിലുണ്ട്. ആ കാര്യം പരിഗണിച്ചാണ് ഇങ്ങനെ കനത്ത സുരക്ഷാ ക്രമീകരണം ജയിലിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ളത്. അനൂപ്, 9 നാൾ എന്ന് പറയുന്നത് അങ്ങനെ തീ തിന്ന് ജീവിക്കുന്ന ദിവസങ്ങളായിരുന്നു. തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് അവർ ആ ജയിലിൽ കഴിഞ്ഞു വന്നത്. അപ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, സഭാവിശ്വാസികളുണ്ട്, ജനപ്രതിനിധികൾ ഇവിടെ നിന്നും ഒരുപാട് പേർ പോയിട്ടുണ്ട്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ജനപ്രതിനിധികളാണ്. അവരൊക്കെയും ഇപ്പോൾ ജയിലിന് മുന്നിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഇവരെയൊക്കെ തന്നെ ജയിലിൽ മോചിതരാകുന്ന 2 കന്യാസ്ത്രീകളെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും. പ്രജീഷ് പറഞ്ഞ പോലെ തന്നെ ഈ 9 ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നീങ്ങുന്ന ദിവസങ്ങളായിരുന്നില്ല കന്യാസ്ത്രീകൾക്ക്. അവരിതുവരെ അനുഭവിക്കാത്ത ദിവസങ്ങളാണ്. അവർ വേദന അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കേണ്ട അവസ്ഥ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രയാസം അവർക്കുണ്ടായിരുന്നു. കാണാൻ പോയ ആളുകളോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം, ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരും നേതാക്കളും ഇവരെ പിടികൂടിയ ശേഷം പരസ്യ വിചാരണ നടത്തുമ്പോൾ ചോദിച്ചൊരു ചോദ്യവും അവർ പറഞ്ഞ ഒരു കാര്യവും, അതായത് നിങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ല, പുറത്തുനിന്ന് വന്നവരാണ്. പുറത്തുനിന്ന് വന്ന് ഇവിടെ ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ജീവിച്ചിട്ട് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റാനാണോ നിങ്ങളുടെ ശ്രമം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ അകത്തേക്ക് പോയ MPമാരോട് പറഞ്ഞത്, ഞങ്ങൾ ഈ നാട്ടിലെ പൗരരല്ലേ എന്ന ചോദ്യമായിരുന്നു. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് അവർ ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു പോയത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ പുറത്തേക്ക് വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. രാജു സർ 1 മിനിറ്റ് പ്ലീസ്. സെക്യൂരിറ്റി क्या बोलना चाहेंगे सिक्योरिटी बारे में? बस ये है कि कानून व्यवस्था को लेकर यहाँ पे लोकल पुलिस स्टाफ लगाए गए हैं और
कानून व्यवस्था की स्थिति निर्मित नहीं होगा। जो प्रोसीजर है जेल प्रशासन द्वारा जो प्रोसीजर अपनाई जाएगी उसका अपन फॉलो किया जाएगा। ഓക്കെ, താങ്ക് യു സർ. ഇദ്ദേഹമാണ് ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്.